ഹലോ ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു നഗറ്റ്സാണ്. നമുക്ക് നഗറ്റ്സ് വലിയ വിലയൊക്കെ കൊടുത്ത് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റും. നോമ്പ് തുറയ്ക്ക് ആണെങ്കിലും അല്ലാതെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ കുറച്ച് ചിക്കനാണ് എടുത്തേക്കണത്. ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് പിന്നെ എല്ലില്ലാത്ത നല്ല പീസായിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പിന്നെ ബ്രെഡിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുളിക്ക് വേണ്ടിയാണ് നാരങ്ങയുടെ നീരൊഴിക്കണത്. ഒരു പകുതി മതി, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിന് അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സാധനങ്ങളുടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സോയാ സോസാണ് ഒരു ടീസ്പൂണോളം സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ പുരട്ടിയതിന് ശേഷം പിന്നെ ഓയിൽ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചീസ് വെച്ച് കൊടുക്കണം. ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചീസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് പിന്നെ ഒന്നും കൂടെ മടക്കി ഉരുട്ടി ഒന്ന് ഇങ്ങനെ പരത്തി പോലെ ഒന്ന് എടുക്കണം. നഗറ്റ്സിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. കയ്യിൽ വെച്ച് നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിലിങ്ങനെ വേറെ അച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. നഗറ്റ്സ് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. പുറത്തൊക്കെ ഭയങ്കര വിലയാണ് ഇതിന്. ഒരു പാക്കറ്റിന് തന്നെ 200 ചെറിയൊരു പാക്കറ്റിന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് കറിക്ക് വാങ്ങിക്കുന്ന ചിക്കൻ വാങ്ങിക്കില്ല നമ്മൾ കറി വെക്കാൻ. അതിൽ നിന്ന് തന്നെ കുറച്ച് നല്ല പീസ് നോക്കി എടുത്തും എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ നല്ലൊരു ഇതാണ് നഗറ്റ്സ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതിൽ ചിക്കനും ബ്രെഡും മാത്രമേ ഉള്ളൂ. പിന്നെ ചീസ് വെക്കേണ്ട ഉള്ളിൽ, അത് നല്ല മെൽറ്റായി വരും. വെന്ത് കഴിയുമ്പം നല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല മെൽറ്റായിട്ട് വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് നോമ്പ് തുറക്കൊക്കെ ഇത് നല്ലൊരു ഇതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ്. നല്ലൊരു സ്നാക്സാണിത്. നോമ്പ് തുറ ഇല്ലെങ്കിലും നമുക്കിത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വന്ന സമയമാകുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു മുട്ട എടുത്തിട്ട് അതിൽ ഒന്ന് മുക്കിയെടുക്കണം. നല്ലോണം അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ നഗറ്റ്സ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് ഇതാക്കി എടുക്കണം. അങ്ങനെ എല്ലാം അതേപോലെ തന്നെ ചെയ്യണം. ഇതിൽ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡൊക്കെ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റസ്ക് പൊടിയായാലും മതി. എന്നിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നോമ്പ് തുറക്കണേൽ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചിക്കനൊക്കെ കുറച്ച്
കറി വെക്കുന്നതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഗസ്റ്റൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ഇടാം. നല്ല ടേസ്റ്റിയായൊരു സ്നാക്സാണ് നഗറ്റ്സ്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്സാണ്. പുറത്ത് ഭയങ്കര വിലയാണ് ഇതിന്. അത്രയും പൈസയൊന്നും കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട. നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സാണ് നഗറ്റ്സ്. പിന്നെ നോമ്പ് തുറയ്ക്കാണെങ്കിലും പിന്നെ നമുക്ക് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഗസ്റ്റ് വന്നാൽ എന്തിനും നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു സ്നാക്സാണിത്. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സോസ് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലൊരു വെന്ത് നല്ല ഇതിലായിട്ടുണ്ട്. ഇത് ചിക്കന് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതിൽ ചീസും മെൽറ്റായിട്ടുണ്ട്.